പൈസ കൊടുത്ത് കയറിയതിനാണ് വില, പഠിച്ചെഴുതിയ പരീക്ഷയ്ക്ക് വിലയില്ല. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ റസ്മിനാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. PSC ഉദ്യോഗാർത്ഥികൾ അവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇതുവരെ ആയിട്ടും CJP പാർട്ടിക്ക് ലഭിച്ച പിന്തുണ, അല്ലെങ്കിൽ ആ സമരത്തിന് ലഭിച്ച പിന്തുണ, അല്ലെങ്കിൽ എന്തു പറയാൻ, ഇവിടുത്തെ സിനിമാ താരങ്ങളും അതേപോലെ ആക്ടിവിസ്റ്റുകളും എല്ലാം അഹോരാത്രം CJPക്ക് വേണ്ടി സംസാരിച്ചു. നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കാൻ വാചാലരായിരുന്നു. എന്നാൽ ആ വാചാലതയൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സമരമുണ്ട്. PSC ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ തെരുവിൽ മഴയും വെയിലും ഏറ്റ് കിടക്കുകയാണ്. അവരെ കാണാനോ അവരെ സമാധാനിപ്പിക്കാൻ പോകാനോ ആരുമില്ല. ഈ രഞ്ജിനി ഹരിദാസും അതേപോലെ ഈ സിനിമാ നടനായ ജോജു ജോർജും സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട നസ്ലിനും അതേപോലെ ടൊവിനോ തോമസും എന്തിനാ ആസാദി ഗാനം പാടി തെരുവില്ല, CJP പാർട്ടിക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങിയ വേടൻ പോലും ഇവരെ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. കാരണം എന്താ? അവരവിടെ ജാതി പറഞ്ഞിട്ടല്ല സംസാരിക്കുന്നത്, മതം പറഞ്ഞിട്ടല്ല സംസാരിക്കുന്നത്. കാരണം അവരവിടെ ഇരിക്കുന്നത് അവരുടെ റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ടും അവർക്ക് നിയമനം ലഭിക്കാത്ത ഒരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് അവര്. കാരണം നേരെ മറിച്ച് അവര് മതമാണ് ആയുധമാക്കിയെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം പാറ്റ പോലെ അവിടെ കുമിന് കൂടിയേനെ. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു സമര മേഖലയിൽ വന്നിട്ട് അവർക്ക് എന്താണോ പറയാനുള്ള അതെല്ലാം കേട്ട് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ് ബിഗ് ബോസ് താരം റസ്മി ചെയ്തിരിക്കുന്നത്. കുറെ നാളായിട്ട് PSC റിലേറ്റ് ചെയ്തിട്ട് കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല. ഈവൻ എനിക്ക് വരെ വളരെ കുറച്ചായിട്ടുള്ളൊരു എന്താ പറയാ അറിവേ കിട്ടിയിട്ടുള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പൊ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങളിലേക്കും കൂടുതൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ടീച്ചർ ഇവിടെ എത്ര ദിവസമായി നിരാഹാര സമരം തുടങ്ങിയിട്ട്? ഞാനിന്നിപ്പോ അഞ്ചാമത്തെ ദിവസമായിട്ട് സമരം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ഞാൻ LPST പാലക്കാട് ജില്ലയിലെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയാണ്. എൻ്റെ പേര് വളർമതി. നമ്മൾ സാധാരണ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കുന്ന ആളുകളാണ്. ഈ അധ്യാപക കോഴ്സുകൾ DLEDോ BEdോ TTC MEd ഒക്കെ കഴിഞ്ഞ ആളുകൾ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ സിലബസ് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നടപ്പിലാക്കുന്നുണ്ട്. 23 നോട്ടിഫിക്കേഷൻ വരുന്നു, 24 പരീക്ഷ നടക്കുന്നു, 25 റിസൾട്ട് വരുന്നു, തുടർന്ന് ഇൻ്റർവ്യൂ നടക്കുന്നു, ഇൻ്റർവ്യൂ പാസ്സാവുന്നു. പിന്നെ അടുത്തത് നമ്മൾ എപ്പോഴാണ് ജോലി കിട്ടുക എന്നുള്ളൊരു കാര്യത്തിൽ വെയിറ്റ് ചെയ്യുന്നു. ഈ വർഷവും ഏകദേശം 286 നിയമനം നടക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഒരു നിയമനവും ആദ്യത്തെ വർഷം നടന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 55 ഡിവിഷൻ ഹോൾ വന്നു, 55 ഡിവിഷൻ പോയി. ആ പോയപ്പോൾ ആ അധ്യാപകരെ എവിടെ വിന്യസിച്ചത്? നമുക്ക് അർഹതപ്പെട്ട റിട്ടയർമെൻറ്റ് വേക്കൻസികളിലേക്ക് വിന്യസിച്ചു. റിട്ടയർമെൻറ്റ് വേക്കൻസികളിലേക്ക് വിന്യസിക്കുകയും തുടർന്ന് ഒരാൾക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടായും. ഏകദേശം ഇത്ര റിട്ടയർമെൻറ്റ് വേക്കൻസികൾ വരും എന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം നോട്ടിഫിക്കേഷൻ ഇറക്കും. എന്നാൽ അത്രയും റിട്ടയർമെൻറ്റ് വേക്കൻസി നമുക്ക് കിട്ടുമോ? ഇല്ല. പിന്നെ എന്തിനാ പരീക്ഷ നടത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടി ഇല്ല. PSC കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ വഴിപാട് കഴിക്കില്ലേ, അതുപോലെയാണ് PSC എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടിയാലും സെക്കൻഡ് റാങ്ക് കിട്ടിയാലും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് ഗ്യാരണ്ടി ഇല്ല, ജോലി കിട്ടും. ഒരു ഗ്യാരണ്ടി ഇല്ല. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്ന് മാത്രമല്ല, ജോലി കിട്ടിയാൽ തന്നെ ആ ജോലി സ്ഥിരപ്പെടുത്താനോ തുടർന്ന് അതിൽ കണ്ടിന്യൂ ചെയ്യാനോ ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മുടെ സംസ്ഥാനമാണ് കേരളം. ആലപ്പുഴ ജില്ലയിൽ 32 അധ്യാപകർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് അവർ പിരിച്ചുവിട്ടു. പക്ഷെ വിരോധാഭ്യാസം എന്ന് പറയട്ടെ, വേറൊരു സ്ഥലത്ത് കുറച്ച് എയ്ഡഡ് അധ്യാപകർ പുറത്താക്കപ്പെട്ടു, ഡിവിഷൻ ഫോളോ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? എടുത്തിട്ട് ഗവൺമെൻറ് സ്കൂളുകളിലെ പോസ്റ്റിലേക്ക് ഫില്ല് ചെയ്തു. അപ്പോൾ ചോദിക്കട്ടെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്, മന്ത്രി ഉദ്ദേശിക്കുന്നത്, സർക്കാർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എയ്ഡഡിൽ അവർ പൈസ കൊടുത്ത് കയറിയതിനാണ് വില, പഠിച്ചെഴുതിയ പരീക്ഷയ്ക്ക് വിലയില്ല. അവരെ പ്രൊട്ടക്ട് ചെയ്തു. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ല. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ വളരെ ലജ്ജയാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് റസ്മിനെങ്കിലും തോന്നിയല്ലോ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പ്രമുഖരായ പല ആളുകളും മൗനം പാലിക്കുകയാണ്. എന്താണ് പറയാ, നമ്മുടെ സിനിമാ താരമായ ചാക്കോച്ചൻ തന്നെ പറഞ്ഞത് എല്ലാ കാര്യത്തിലും പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം പ്രതികരിച്ചാൽ മതി, സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ പ്രതികരിച്ചാൽ മതി എന്നാണ്. എന്നാൽ ഇതാണ് PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിൽ ചാക്കോച്ചന്റെ അഭിപ്രായമെങ്കിൽ CJP പാർട്ടിയുടെ വിഷയത്തിൽ ചാക്കോച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വിദ്യാർത്ഥികളെ അടിച്ചമർത്തരുത്, അവർ നമ്മുടെ ഭാവി തലമുറയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഭാവി തലമുറയെ സ്വപ്നം കണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച് മണ്ണ് വാരി തിന്ന് സമരം ചെയ്യുന്നത്. ഇവരെ മാത്രം കാണാനും കേൾക്കാനും ആരുമില്ല. കാരണം മാറി മാറി വരുന്ന ഭരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നതിന്റെ പരിണിത ഫലമാണ് ഓരോ വർഷം കഴിയുന്തോറും ഓരോ റാങ്ക് ലിസ്റ്റിലെ ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുട്ടിലിഴിഞ്ഞ് ഇവർ പ്രതിഷേധിച്ചിരുന്നു. അന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞ
കഴിഞ്ഞപ്പോൾ അന്നത്തെ അവസാന ഘട്ടത്തിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ ആദ്യത്തെ പിണറായി സർക്കാരിന്റെ അവസാന തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ഇത് വന്നിരുന്നത്. ഭരണത്തിന്റെ അവസാന സമയത്തായിരുന്നു വന്നിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ ആകരുത്, രൂക്ഷമാകരുന്ന ഒറ്റ കാരണം കൊണ്ട് പിണറായി സർക്കാർ പറഞ്ഞ കാരണം ഞങ്ങൾ ഇനി രണ്ടാമത് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം. പക്ഷേ ഇന്നും അവരിൽ പലരും നിയമനം കിട്ടിയിട്ടില്ല. മുട്ടിലിരിഞ്ഞവര് ഇന്നും വെളിയിൽ നിൽക്കുകയാണ്. കാരണം ഈ ഒരു സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട അവർക്ക് അർഹതപ്പെട്ട ആ സ്ഥാനങ്ങളിൽ ഇപ്പോൾ വിഹരിക്കുന്നത് ജോലി ചെയ്യുന്നത് ആരാണെന്നോ ഈ മന്ത്രിമാരുടെയൊക്കെ പി എയിലെ വേണ്ടപ്പെട്ട ആളുകളും അതേപോലെ ബന്ധുക്കളും ഡ്രൈവറുടെ ആളുകളും എല്ലാമാണ്. കാരണം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്റെ അളിയന് വരെ അന്ന് നിയമനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നിയമനം കിട്ടുന്നതും ബന്ധു നിയമനവും ഒക്കെ കാരണം വഴിമുട്ടി പോകുന്നത് രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഇതിനുവേണ്ടി മാത്രം അഹോരാത്രം ജീവിതം മാറ്റിവെച്ച PSC ഉദ്യോഗാർത്ഥികളുടെ ജീവനും അതുപോലെ അവരുടെ ഭാവിയുമാണ് നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരുമില്ല. എന്തിന് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശൻ അങ്ങ് ദില്ലിയിൽ പോയിട്ട് സമരത്തിൽ നിന്നു. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വസതിയിൽ മുന്നിലിരുന്ന് കുത്തിയിരിപ്പ് സമരം നടത്താനായിട്ട് യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാത്രം അദ്ദേഹത്തെ നോക്കാൻ കണ്ണില്ല. എന്തിനാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ പാടില്ലേ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. എന്നാൽ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ പല സാഹചര്യങ്ങളാണ് നമുക്ക് മുഖ്യമന്ത്രിയായ VD സതീശനോട് വാക്കു വ്യത്യാസം ഏറെയുള്ളത്, അഭിപ്രായ വ്യത്യാസം ഏറെയുള്ളത്. കാരണം ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു കാര്യം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഭരണത്തിൽ കയറുമ്പോൾ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പലപ്പോഴും VD സതീശന് കഴിയുന്നില്ല. ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തെയാണ് കേരള ജനത ചൂണ്ടിക്കാട്ടുന്നത്. കാരണം CJP സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച മറ്റു പല അഭിനേതാക്കളും ആക്ടിവിസ്റ്റുകളും പല റാപ്പർമാരും എല്ലാം ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്തിന് ദില്ലി വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ മറൈൻ ഡ്രൈവിലും അതേപോലെ പനമ്പള്ളി നഗറിലും അനുമതിയില്ലാതെ കൂട്ടം കൂടിയതിന് റാപ്പർ വേടനെ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തില്ല, അതിന് പകരം മാനേജറിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ CJP പാർട്ടി ഡൽഹിയിൽ നടക്കുന്ന ജന്തർ മന്ദിർ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഇവർക്ക് പ്രതികരിക്കാമെങ്കിൽ ഇവിടെ കേരളത്തില് തെക്കേ അറ്റത്ത്, അതായത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരത്തില് ഇവർക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? ഇവരെ കാണാത്തതുകൊണ്ടല്ലോ. അപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം റാപ്പർ വേടന്റെ മനസ്സിൽ ഇപ്പോഴും തീവ്രമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ആ കമ്മ്യൂണിസത്തെ കാണുന്നു തിന്നുന്നത് കൊണ്ടാണ് തെറ്റും ശരിയും കണ്ടിട്ടും തെറ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്താണത്. കാരണം 10 വർഷം ഇവിടെ ഭരിച്ചു മുടിച്ചവരാണ് ഇവരെ ഇത്തരത്തിൽ നരകയാതനയ്ക്ക് വിട്ടുകൊടുത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് പലരും ശബ്ദിക്കാത്തത്. അതുകൊണ്ട് ഇനി ഇവർക്ക് നീതി ലഭിക്കാൻ ആരാണ് കണ്ണു തുറക്കുക? കാരണം ഇത്രയും വർഷമായിട്ടും ഇത്രയും നാളുകളായിട്ടും ബന്ധു നിയമനവും പിൻവാതിൽ നിയമനവും കാരണം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട പലരും ആ സ്ഥാനത്ത് എത്തുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ചോദ്യം ചെയ്യുന്നവരാണെങ്കിലോ പല രീതിയിലും അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് റസ്മിനെ പോലെയുള്ള ഒരാള് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ദില്ലിയിൽ നോക്കി സംസാരിക്കുന്ന, മാത്രം പ്രതികരിക്കുന്ന, വടക്ക് നോക്കി യന്ത്രം കിട്ടുന്ന നല്ലൊരു കൊട്ട് തന്നെയാണ്.